മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് റിമി ടോമിയും കുടുംബവും. അമ്മ റാണി ടോമിയും കലാരംഗത്തെ കഴിവുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാറുണ്ട്. അമ്മയാണ് കുട്ടിക്കാലം മുതലേ എല്ലാത്തിനും പ്രോത്സാഹനം. ഈ പ്രായത്തിലും ആക്റ്റീവാണ് മമ്മി. വീട്ടിലെ കാര്യങ്ങളും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം നോക്കും. അതിനൊപ്പമായി സ്വന്തം പാഷനും ഫോളോ ചെയ്യുന്നുണ്ട്. റിമിയുടെ സഹോദരൻ റിങ്കുവിൻ്റെ ഭാര്യയാണ് മുക്ത. മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം. വിവാഹത്തോടെയായിരുന്നു അഭിനയ മേഖലയിൽ നിന്ന് ബ്രേക്ക് എടുത്തത്. നീണ്ട ഇടവേള അവസാനിപ്പിച്ച് മിനിസ്ക്രീനിലൂടെ താരം തിരിച്ചെത്തിയിരുന്നു. കൂടത്തായി പരമ്പരയിൽ ഡോളിയെ അവതരിപ്പിച്ചത് മുക്തയായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ് പരമ്പരയിൽ നിന്നുള്ള അവസരവും മുക്തയ്ക്ക് ലഭിച്ചിരുന്നു. റിങ്കുവിൻ്റെയും മുക്തയുടെയും മകളായ കൺമണി എന്ന കിയാരയും പ്രേക്ഷകർക്ക് പരിചിതയാണ്. പാട്ടിലും ഡാൻസിലും അഭിനയത്തിലുമെല്ലാം താല്പര്യമുണ്ടെന്ന് താരപുത്രി തെളിയിച്ചിരുന്നു. ഇതിനകം തന്നെ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ വിശേഷങ്ങളും വ്ലോഗിലൂടെ മുക്ത കാണിക്കാറുണ്ട്. ഇപ്പോഴിതാ മകളുടെ വിശുദ്ധ കുർബാന വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് റിങ്കുവും മുക്തയും. റിമിയും കൺമണിയെക്കുറിച്ച് വാചാലയായി എത്തിയിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പെൺകുഞ്ഞിന് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം ഒരു മാലാഖ കുഞ്ഞിനെ എനിക്ക് തന്നു. എൻ്റെ എല്ലാമെല്ലാമായ കൺമണി. ഏപ്രിൽ 15-ാം തീയതി അവൾ അവളുടെ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ദൈവത്തെ അടുത്തറിയാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിനും ഈ പ്രത്യേക ദിവസത്തിനായി ഞങ്ങളെ പിന്തുണച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ നിലനിർത്തിയവർക്കും നന്ദി എന്നുമായിരുന്നു മുക്ത കുറിച്ചത്. താരങ്ങളടക്കം നിരവധി പേരാണ് കൺമണിക്ക് ആശംസകൾ അറിയിച്ചിട്ടുള്ളത്. ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച അനുഗ്രഹീതമായ ദിവസം. ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കാനും അവൻ്റെ സ്നേഹത്തിൽ വളരാനും എനിക്ക് എന്നും സാധിക്കട്ടെ. എന്നെ ഒരുക്കിയ സിസ്റ്ററിനെയും എനിക്ക് ആദ്യ കുർബാന നൽകിയ അച്ഛനെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഞാൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണേ എന്നായിരുന്നു കൺമണിയുടെ പേജിലെ കുറിപ്പ്.